വിദ്യാഭ്യാസം എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ്. ഒരാളുടെ വ്യക്തിത്വ വികാസത്തിനും അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എല്ലാ തരത്തിലും നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വിദ്യാഭ്യാസം വഹിക്കുന്ന പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. അങ്ങനെ ഒരു മനുഷ്യന്റെ ആന്തരികവും ബാഹ്യവുമായ വളർച്ചയ്ക്ക് വഴിതെളിക്കുന്ന വിദ്യാഭ്യാസം എന്നൊരു ഘടകം പലപ്പോഴും വഴിതെറ്റി സഞ്ചരിക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ സംബന്ധിച്ച് പലർക്കും പല അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഉയർന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരുന്നിട്ട് കൂടിയും എങ്ങും എത്താതെ പോകുന്ന ഒരു വലിയ കൂട്ടത്തെ തന്നെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിലൂടെ പലപ്പോഴും അവർ അർഹിക്കുന്ന രീതിയിലുള്ള നേട്ടം കൈവരിക്കുവാൻ കഴിയാതെ പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായും ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതറിയണമെങ്കിൽ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം തൊട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അറിവ് നേടാനായി അഭിനിവേശത്തോടെ വരിക. ഇറ്റ്സ് മീ അഭിനേഷ് ആനന്ദ്. വെൽക്കം ടു ദ വീഡിയോ. വിദ്യാഭ്യാസത്തിന് ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത രീതിയിലുള്ള പ്രാധാന്യമാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ വിദ്യാഭ്യാസം കൊണ്ട് ഏറ്റവും വലിയ ആവശ്യം എന്നത് നല്ലൊരു ജോലി നേടിയെടുക്കുക എന്നതായിരിക്കും. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും അന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസത്തിന്റെ രീതിയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുവാൻ വേണ്ടി ആദ്യം നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ട് പുരാതന കാലഘട്ടങ്ങളിൽ വൈദികവും ബുദ്ധമതവും എന്നിങ്ങനെ രണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളായിരുന്നു നിലവിലുണ്ടായിരുന്നത്. വൈദിക സമ്പ്രദായത്തിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ സംസ്കൃതമായിരുന്നുവെങ്കിൽ ബുദ്ധ സമ്പ്രദായത്തിൽ പാലി എന്നൊരു ഭാഷയായിരുന്നു ഉപയോഗിച്ചിരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. വേദങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ഉപനിഷത്തുകൾ, ധർമ്മസൂത്രങ്ങൾ എന്നിവയായിരുന്നു അക്കാലത്ത് വിദ്യാഭ്യാസമായി പകർന്നു നൽകിക്കൊണ്ടിരുന്നത്. വിനയം, സത്യസന്ധത, അച്ചടക്കം, സ്വാശ്രയത്വം, എല്ലാ സൃഷ്ടികളെയും ബഹുമാനിക്കുക തുടങ്ങിയ ധാർമ്മികത പകർന്നു നൽകുന്നതിലായിരുന്നു പ്രാചീന വിദ്യാഭ്യാസം ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോന്നിരുന്നത്. ആശ്രമങ്ങൾ, ഗുരുകുലങ്ങൾ, ക്ഷേത്രങ്ങൾ, ഭവനങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ചിട്ടായിരുന്നു കൂടുതലും വിദ്യാഭ്യാസം നൽകി പോന്നിരുന്നത്. മറ്റു പ്രാചീന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ കാണാൻ സാധിക്കാത്ത ചില പ്രത്യേകതകളും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കാണാം. അതായത് നീലാകാശത്തിന് താഴെയുള്ള വനങ്ങളിലായിരുന്നു കൂടുതലും വിദ്യാഭ്യാസം നൽകി പോന്നിരുന്നത്. അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റിൽ ഇരുത്തി പഠിപ്പിക്കുമ്പോൾ അത് വിദ്യാർത്ഥിയുടെ മനസ്സിനെ പുതുമയുള്ളതും ജീവസുറ്റതുമാക്കി തീർക്കുന്നു എന്നതായിരുന്നു ഇതിന് പിന്നിലുള്ള വിശ്വാസമായി പറയപ്പെടുന്നത്. ഈ ഒരു സമ്പ്രദായത്തിന്റെ പ്രധാന ലക്ഷ്യം എന്നത് വിദ്യാർത്ഥികളെ നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം കൊണ്ട് സജ്ജരാക്കുക എന്നതായിരുന്നു. അതായത് സംസ്കാരം, സ്വഭാവം, വ്യക്തിത്വം എന്നിവയുടെ സമ്പുഷ്ടീകരണം, വികസനം, ശ്രേഷ്ഠമായ ആശയങ്ങൾ വളർത്തുക എന്നിവയിലൊക്കെയായിരുന്നു ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. വിദ്യാർത്ഥികളെ മാനസികവും ശാരീരികവും ഭൗതികവുമായ വ്യക്തിത്വം നേടിയെടുക്കുന്നതിന് പ്രാപ്തരാക്കി തീർക്കുക, അവരെ ഭാവിയിലേക്ക് സജ്ജരാക്കുക, ഏത് സാഹചര്യത്തിലും അതിജീവിക്കുവാൻ പഠിപ്പിക്കുക എന്നൊക്കെയായിരുന്നു ഇതിന്റെ പിന്നിലെ ലക്ഷ്യങ്ങൾ. പുരാതന കാലത്തെ ഒരു പ്രത്യേകത എന്തെന്നാൽ അന്നത്തെ ഭരണകർത്താക്കളും ജനങ്ങളും പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്യുന്നതിലും ഫീസ് അഥവാ ഗുരുദക്ഷിണ അടയ്ക്കുന്നതിലും അധ്യാപന സമയം ക്രമീകരിക്കുന്നതിലും ഇടപെട്ടിരുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ശക്തമായ ഒരു ബന്ധമുണ്ടായിരുന്നു. ഓരോ വിദ്യാർത്ഥിക്കും ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് വിദ്യാർത്ഥി അധ്യാപക ബന്ധത്തിന് അന്ന് കൂടുതൽ ഊന്നൽ നൽകിയിരുന്നു. ആ കാലഘട്ടത്തിലെ ആവശ്യങ്ങൾക്കനുസരിച്ചായിരുന്നു അന്ന് സിലബസ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അക്കാലത്ത് വിദ്യാർത്ഥികൾ വീട് വിട്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് വരെ ഗുരുക്കന്മാരുടെ അടുത്ത് താമസിക്കേണ്ടതായി ഉണ്ടായിരുന്നു. ഏകദേശം 10 മുതൽ 12 വർഷത്തോളം ഇത്തരത്തിൽ വിദ്യാഭ്യാസം അഭ്യസിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അന്ന് പിന്നെ പുസ്തകങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എല്ലാ കാര്യങ്ങളും മനഃപ്പാടമാക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അന്നുള്ളവരുടെ മെമ്മറി പവർ എന്നത് വളരെ കൂടുതലുമായിരുന്നു. വിദ്യാർത്ഥികൾക്ക് സുഖകരവും നിശബ്ദവുമായ പഠനാന്തരീക്ഷം നൽകുന്നതിനായി നഗരങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നുമൊക്കെ അകന്ന് വനങ്ങളിൽ വെച്ചായിരുന്നു അന്ന് വിദ്യാഭ്യാസം നൽകിയിരുന്നത്. ശ്രവിക്കൽ, ധ്യാനം, ഏകാഗ്രമായ ധ്യാനം എന്നിവയൊക്കെ പഠനം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നതിനു വേണ്ടി അന്ന് സ്വീകരിച്ചിരുന്ന രീതികളായിരുന്നു. പുരാതന കാലത്ത് ബുദ്ധമതത്തിന്റെ മതവും പഠിപ്പിക്കലുമൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രശസ്തമായ പഠന കേന്ദ്രമായിരുന്നു തക്ഷശില. പുരാതന ഗ്രന്ഥങ്ങൾ, നിയമം, വൈദ്യം, സോഷ്യോളജി, ജ്യോതിശാസ്ത്രം, സൈനിക ശാസ്ത്രം, 18 ശില്പങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഉന്നത വിദ്യാഭ്യാസ പഠനത്തിന് പേരുകേട്ട ഒരിടമായിരുന്നു ഇത്. കാശി, കോസല, മഗധ ഇത് കൂടാതെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ ദീർഘവും പ്രയാസകരവുമായ യാത്രക്കിടയിലും സർവകലാശാലയിലേക്ക് ഒരുങ്ങിയെത്തിയിരുന്നു അത്രേ. 1980 യുനെസ്കോ ഒരു പുരാതന സൈറ്റായും വേൾഡ് ഹെറിറ്റേജായും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള തക്ഷശില നിലവിൽ വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഇന്ത്യൻ നഗരമായിരുന്നു. തക്ഷശില പോലെ തന്നെ മറ്റൊരു പ്രധാന പഠന കേന്ദ്രമായിരുന്നു നളന്ദ. വേദങ്ങൾ, ഫൈൻ ആർട്സ്, മെഡിസിൻ, ഗണിതം, ജ്യോതിശാസ്ത്രം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഇവിടെ പഠിപ്പിച്ചിരുന്നു. ഇതും യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റായി പിന്നീട് പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ തന്നെ വല്ലഭി, വിക്രംശില, ഉജ്ജയിൻ, ബനാറസ് എന്നിങ്ങനെ മറ്റു പല പ്രശസ്തമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു സമ്പ്രദായത്തിന്റെ പ്രധാന ദോഷവശങ്ങൾ എന്നത് ഗുരുകുലത്തിൽ സ്ത്രീകൾക്ക് അങ്ങനെ പരിഗണന ലഭിച്ചിരുന്നില്ല എന്നതും
അതുപോലെ തന്നെ ബ്രാഹ്മണർക്കും ക്ഷത്രിയന്മാർക്കും മാത്രമേ വിദ്യ അഭ്യസിക്കുവാൻ യോഗ്യതയുണ്ടായിരുന്നുള്ളൂ എന്നതുമാണ്. ഈ മഹാഭാരതത്തിലെ കർണന്റെയും ഏകലവ്യന്റെയും ഒക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ അങ്ങനെ ഇരിക്കെ 8-ാം നൂറ്റാണ്ടിൽ ധാരാളം മുഹമ്മദിയന്മാർ ഇന്ത്യ ആക്രമിക്കുകയുണ്ടായി. അങ്ങനെ മഹമ്മൂദ് ഗസ്നവി ഇന്ത്യ പിടിച്ചെടുക്കുകയും കൊള്ളയടിച്ച സമ്പത്ത് കൊണ്ട് രാജ്യത്ത് ധാരാളം സ്കൂളുകളും ലൈബ്രറികളും സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് മുസ്ലിം നേതാക്കൾ ഇന്ത്യയിൽ തങ്ങളുടെ സ്ഥിരമായ സാമ്രാജ്യം സ്ഥാപിക്കുകയും അവർ ഒരു പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ പുരാതന വിദ്യാഭ്യാസ സമ്പ്രദായം അവർ അടിമുടി മാറ്റിമറിച്ചു. അറബികളും തുർക്കികളും ഇന്ത്യയിൽ പുതിയ ചില സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും കൊണ്ടുവന്നു. അവർ കൊണ്ടുവന്ന മാറ്റങ്ങളിൽ പ്രഥമ കാര്യമെന്നത് ബുദ്ധമത ബ്രാഹ്മണ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാമിക വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നു എന്നതാണ്. അതായത് മധ്യകാലഘട്ടത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്നത് മുഗൾ സമ്പ്രദായത്തിൽ ഊന്നിയുള്ളതായിരുന്നു. മുഗൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പ്രധാന ലക്ഷ്യം എന്നത് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ തത്വങ്ങളും സാമൂഹിക കൺവെൻഷനുകളും പ്രചരിപ്പിക്കുക എന്നതായിരുന്നു. അതിലൂടെ ആളുകളെ മതചിന്തയുള്ളവരാക്കി തീർക്കുക. അന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവയുടെ മാനേജ്മെന്റിനും മേൽ ഭരണാധികാരികൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലായിരുന്നു. അക്കാലത്ത് വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരോടൊപ്പം താമസിച്ചിരുന്നില്ല എങ്കിലും ബുദ്ധ ബ്രാഹ്മണ കാലഘട്ടത്തിലെ പോലെ തന്നെ വിദ്യാർത്ഥി അധ്യാപക ബന്ധം നല്ല രീതിയിൽ നിലനിന്നു പോന്നിരുന്നു. അക്കാലത്ത് പുസ്തകങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വിദ്യാർത്ഥികൾ തകതി അഥവാ പ്ലേറ്റ് ഒക്കെയായിരുന്നു എഴുതാനായി ഉപയോഗിച്ചിരുന്നത്. കാലിഗ്രാഫിയും വ്യാകരണവുമായിരുന്നു അക്കാലത്ത് പഠിപ്പിച്ചിരുന്ന പ്രധാന വിഷയങ്ങൾ. അറബിയും പേർഷ്യനും അക്കാലത്ത് ആശയവിനിമയത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാന ഭാഷകളായിരുന്നുവെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഉയർന്ന തസ്തികകൾ നേടുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഭാഷകൾ പ്രധാനമായും പഠിച്ചിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അന്ന് ഖുറാൻ പാരായണം എന്നത് നിർബന്ധമായിരുന്നു എന്ന് നമുക്ക് കാണാം. അതുമാത്രമല്ല, വിദ്യാർത്ഥികൾ ഖുറാൻ മനഃപ്പാഠമാക്കണമെന്നും അന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പാഠ്യപദ്ധതിയുടെ ഒരു പ്രധാന ഭാഗമായി ഖുറാൻ ഉൾപ്പെടുത്തിയിരുന്നു. ഖുറാനിലെ ആദ്യത്തെ 13 അധ്യായങ്ങൾ കവിതയായി ചൊല്ലുവാൻ വിദ്യാർത്ഥികളെ അവരുടെ ചെറുപ്രായത്തിൽ തന്നെ പഠിപ്പിച്ചിരുന്നു. പിന്നെ അന്നുണ്ടായിരുന്ന മറ്റൊരു പ്രധാന കാര്യം 14 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രിയപ്പെട്ട വിഷയം തിരഞ്ഞെടുക്കുവാൻ സാധിച്ചിരുന്നു എന്നതാണ്. അതായത് വായന, സാഹിത്യം, വൈദ്യം, ജ്യാമിതി, വ്യാപാരം, വാണിജ്യം തുടങ്ങിയ മേഖലകൾ അവർക്ക് സ്വന്തമായി തിരഞ്ഞെടുക്കാമായിരുന്നു. മതേതര വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം എന്നിങ്ങനെ 2 തരത്തിലുള്ള വിദ്യാഭ്യാസമായിരുന്നു മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഖുറാൻ, മുഹമ്മദ്, അദ്ദേഹത്തിന്റെ അധിനിവേശ ഇസ്ലാമിക നിയമങ്ങൾ, ഇസ്ലാമിക ചരിത്രം എന്നിവയെക്കുറിച്ചുള്ള പഠനമായിരുന്നു മതവിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയിരുന്നതെങ്കിൽ അറബി, സാഹിത്യം, വ്യാകരണം, ചരിത്രം, തത്വചിന്ത, ഗണിതം, ഭൂമിശാസ്ത്രം, രാഷ്ട്രീയം, സാമ്പത്തിക ശാസ്ത്രം, ഗ്രീക്ക് ഭാഷ, കൃഷി തുടങ്ങിയവയായിരുന്നു മതേതര വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പ്രായോഗിക വിദ്യാഭ്യാസത്തിനായിരുന്നു അന്ന് കൂടുതൽ ഊന്നൽ നൽകിയിരുന്നത്. അതായത് വിദ്യാർത്ഥികൾക്ക് അർദ്ധവാർഷിക അല്ലെങ്കിൽ വാർഷിക പരീക്ഷ ഒന്നും തന്നെ അന്ന് നടത്തിയിരുന്നില്ല. ജീവിതത്തിന്റെ പ്രായോഗിക സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു വിദ്യാർത്ഥികളെ വിലയിരുത്തിയിരുന്നത്. മക്തബുകളും മദ്രസകളുമായിരുന്നു അന്നത്തെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമായിരുന്നു മക്തബുകൾ. മതവിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ വായന, എഴുത്ത്, കണക്ക്, അക്കൗണ്ടൻസി തുടങ്ങിയ വിഷയങ്ങളും വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നു. മക്തബുകളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസത്തിനായി അയച്ചത് മദ്രസകളിലേക്കായിരുന്നു. മദ്രസകൾ എന്നത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരുന്നു. മുഗൾ ചക്രവർത്തിമാരിൽ അക്ബർ ചക്രവർത്തിയായിരുന്നു മധ്യകാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധേയമായ വികസനം കൊണ്ടുവന്നത്. മതപരവും പ്രായോഗികവുമായ വിദ്യാഭ്യാസത്തോടൊപ്പം അക്ബർ ഇസ്ലാമിക മതത്തിന്റെ പാരമ്പര്യം നിർത്തലാക്കുകയും നിരവധി മദ്രസകളിൽ ഹിന്ദുമതവും തത്വചിന്തയും പഠിപ്പിക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. വൈദ്യശാസ്ത്രം, ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രീയ ശാസ്ത്രം, ജ്യോതിഷം, തത്വശാസ്ത്രം, ഗണിതം തുടങ്ങിയ വിഷയങ്ങളായിരുന്നു മദ്രസയിൽ പഠിപ്പിച്ചിരുന്നത്. അക്ബർ സംസ്കൃത വിദ്യാർത്ഥികൾക്ക് വേദാന്തം, നിയമശാസ്ത്രം, പതഞ്ജലി തുടങ്ങിയ വിഷയങ്ങൾ നിർബന്ധമാക്കുകയും ചെയ്തു. ഡൽഹി, ആഗ്ര, ജൗൺപൂർ, ബീദാർ എന്നിവയായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. മധ്യകാലഘട്ടത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പ്രധാന ദോഷങ്ങളിലൊന്ന് മതപരവും ഇസ്ലാമികവുമായ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി എന്നതായിരുന്നു. അതുമാത്രമല്ല, രാജ്യം ഭരിക്കുവാനുള്ള നേതൃത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതിലേക്ക് മാത്രമായി വിദ്യാർത്ഥിയുടെ ലക്ഷ്യം ചുരുങ്ങിപ്പോവുകയും ചെയ്തു. അത് മറ്റു മേഖലകളുടെ വളർച്ചയും ബാധിച്ചു. അങ്ങനെ മധ്യകാലഘട്ടത്തിന്റെ മധ്യത്തിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ആക്രമിച്ച് പിടിച്ചടക്കുവാൻ തുടങ്ങിയത്. അങ്ങനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കാലത്താണ് ആധുനിക വിദ്യാഭ്യാസം നിലവിൽ വന്നത്. 1830കളിൽ ലോർഡ് തോമസ് ബാബിംഗ്ടൺ മക്കാലെയാണ് ഇംഗ്ലീഷ് എന്നൊരു ഭാഷ അവതരിപ്പിച്ചത്. വിഷയങ്ങളും സിലബസും ഒക്കെ ഒരു പരിധിവരെ അന്ന് പരിമിതമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം ക്രിസ്തുമതം പ്രചരിപ്പിക്കുക എന്നതായിരുന്നു. അങ്ങനെ കാലക്രമേണ വിദ്യാഭ്യാസം വികസിക്കുവാൻ തുടങ്ങി. ഒടുവിൽ 21-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും നൂതന ആശയങ്ങളുടെയും യുഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ കണ്ടത് വ്യാവസായിക മേഖല അനുദിനം വികസിച്ചു വരുന്ന കാഴ്ചയാണ്. അതിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും പഠന രീതിയിലും മാറ്റങ്ങൾ വരികയും ചെയ്തു. കോവിഡിന് ശേഷം ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് പറിച്ചു നട്ടപ്പെട്ടതും നമ്മൾ കണ്ടു.
ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള പുതിയ മേഖലകളിലേക്കുള്ള സാധ്യതകൾ നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നിലവിലെ വിദ്യാഭ്യാസ മേഖലയുടെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. നിലവിലെ പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന ഏത് വെല്ലുവിളിയും പ്രശ്നങ്ങളും നേരിടുവാൻ കുട്ടികളെ സജ്ജമാക്കുന്ന വിധത്തിലാണ്. അതുകൊണ്ട് തന്നെ തിയറിറ്റിക്കൽ പ്രാക്ടിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇന്ന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അനലിറ്റിക്കൽ, ലോജിക്കൽ, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുവാൻ കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നു. വീഡിയോസ്, ഇ ബുക്സ്, ഇ നോട്ട്സ്, റെക്കോർഡഡ് ക്ലാസ്സസ്, ഓഫ്ലൈൻ മെറ്റീരിയൽസ് ഇവയൊക്കെ തന്നെ ലേണിംഗ് അക്സസിബിലിറ്റി വളരെ എളുപ്പമാക്കി. പല വെബ്സൈറ്റുകൾ, യൂട്യൂബ് ചാനലുകൾ, മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇൻഫർമേഷന്റെ അവൈലബിലിറ്റിയും എളുപ്പമാക്കി തീർത്തു. ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഇൻഡിപെൻഡന്റ് തിങ്കിങ്ങും ഒക്കെ ഡെവലപ്പ് ചെയ്യുവാനും നിരീക്ഷണ ശക്തി ഇംപ്രൂവ് ചെയ്യുവാനും പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുവാനും സ്റ്റീം എഡ്യൂക്കേഷൻ ഒക്കെ വളരെ ഉപകാരപ്രദമാണ്. ഇ ലേണിംഗ്, ഹൈബ്രിഡ് ലേണിംഗ്, ഗ്യാമിഫിക്കേഷൻ, എം ലേണിംഗ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ഒക്കെ നിലവിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രധാന ഗുണങ്ങൾ തന്നെയാണ്. ഇനി നിലവിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ പ്രധാന പ്രശ്നങ്ങളിലേക്ക് വരികയാണെങ്കിൽ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് ലാക്ക് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. മോഡേൺ എഡ്യൂക്കേഷൻ എന്നത് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത് അവരുടെ സോഷ്യൽ ഇന്ററാക്ഷൻ കുറയ്ക്കുന്നതിന് കാരണമായി തീരും. അതായത് സഹപാഠികളോടും അധ്യാപകരോടും ഇന്ററാക്ഷൻ കുറയുന്നത് വഴി കുട്ടികൾ ഡീമോട്ടിവേറ്റഡ് ആവുവാനുള്ള ചാൻസസ് കൂടുതലാണ്. മൊബൈൽസ്, ലാപ്ടോപ്സ്, ടാബ്സ് എന്നിവയുടെയൊക്കെ അമിത ഉപയോഗം കുട്ടികളുടെ അറ്റൻഷൻ കുറയ്ക്കുന്നതിന് പ്രധാന കാരണങ്ങളാണെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നമാണ് ഇനക്വാളിറ്റി. എഡ്യൂക്കേഷൻ എന്നത് ഇക്കാലത്ത് ഒരു യൂണിവേഴ്സൽ നീഡാണല്ലോ. എന്നാൽ ജാതിയുടെ അടിസ്ഥാനത്തിലും പണത്തിന്റെ അടിസ്ഥാനത്തിലുമുള്ള വേർതിരിവുകൾ അവിടെയും നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. അത് ഒരേ കോഴ്സ് പഠിക്കുന്ന കുട്ടികളിലേക്ക് എത്തുന്ന സ്റ്റഡി മെറ്റീരിയൽസിന്റെ ക്വാളിറ്റിയിൽ പോലും പ്രകടമാണ്. മറ്റൊരു പ്രശ്നമാണ് ടെക്നോളജിയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് കുട്ടികളുടെ ഇന്റലക്ച്വൽ സ്കിൽസിനെയും പ്രോബ്ലം സോൾവിംഗ് സ്കിൽസിനെയും ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസിനെയും സാരമായി ബാധിക്കുന്നു എന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തെങ്കിലും നിസ്സാരമായ കാൽക്കുലേഷൻസ് പോലും ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മാത്തമാറ്റിക്കൽ സ്കിൽസ് യൂസ് ചെയ്യാതെ കാൽക്കുലേറ്റേഴ്സും മൊബൈൽസും ടാബ്സും ഒക്കെ യൂസ് ചെയ്യുന്നതിനുള്ള പ്രവണത കൂടി വരുന്നത് ഇതിന് ഉദാഹരണമാണ്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തെങ്കിലും ജനറൽ ടോപ്പിക്സിനെ കുറിച്ച് ചോദിച്ചാൽ പോലും നമ്മുടെ മെമ്മറി യൂസ് ചെയ്യാതെ ഗൂഗിളിനെയും യൂട്യൂബിനെയും ഒക്കെ ആശ്രയിക്കുന്നതും ഇതിന് ഉദാഹരണമാണ്. സോ ടെക്നോളജീസിനെ അമിതമായി ഡിപ്പെൻഡ് ചെയ്യുന്നത് കുട്ടികളുടെ സ്കിൽസ് ഇല്ലാതാക്കി അവരിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമായി തീരും. പഴയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നിന്നുകൊണ്ട് അവയെ അഡ്വാൻസ് ചെയ്തുകൊണ്ട് മാത്രം വരും തലമുറയ്ക്ക് മുന്നോട്ട് പോകേണ്ടതായി വരും. അല്ലാതെ പുതിയ കണ്ടെത്തലുകളോ സൃഷ്ടികളോ ഉണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ആഴത്തിലുള്ള ചിന്താശേഷിയും ക്ഷമയും സമർപ്പണവും വളരെ ആവശ്യമാണ്. എന്നാൽ ടെക്നോളജീസിന്റെ അമിത ഉപയോഗം ഇവയെ എല്ലാം തന്നെ സാരമായി ബാധിക്കും. ഇന്ന് നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണല്ലോ തൊഴിലില്ലായ്മ. നമ്മൾ പറഞ്ഞിരുന്നു ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ് അതത് കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം രൂപപ്പെടുത്തിയെടുക്കുന്നതെന്ന്. ഇന്നത്തെ ലോകം എന്നത് വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ലോകമാണ്. ഇത്തരത്തിലുള്ള ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ കൃത്യമായ കരിയർ ചൂസ് ചെയ്യുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബിടെക് ഗ്രാജുവേറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഏതെങ്കിലും ഒരു കമ്പനിയിൽ പ്ലേസ്മെന്റ് ആവുന്നു എന്ന് വിചാരിക്കുക. എന്നാൽ ജോലിയിൽ മടുപ്പ് തോന്നിയ അയാൾ ജോലി ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും ഫീൽഡിലേക്ക് പോകുന്നു എന്നും കരുതുക. ഫോർ എക്സാമ്പിൾ ക്രിയേറ്റീവ് ഫീൽഡ്, ബാങ്കിങ്, എന്റർടൈൻമെന്റ് ഫീൽഡ്, അങ്ങനെ ഏതെങ്കിലും ഒരു മേഖല. സോ ഇവിടെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും, മുമ്പ് പറഞ്ഞ കമ്പനിയിൽ പ്രവേശിക്കുവാൻ ഇൻട്രസ്റ്റ് ഉള്ള മറ്റൊരാളുടെ അവസരമായിരിക്കും അയാൾ കാരണം അവിടെ നഷ്ടമായത്. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്കൊരു കോഴ്സ് പഠിപ്പിച്ചു തരുന്നു എന്ന് മാത്രം. എന്നാൽ തനിക്ക് അനുയോജ്യമായ ഒരു കരിയർ തിരഞ്ഞെടുക്കുവാനോ അതിനുതകുന്ന തരത്തിലുള്ള ഒരു കോഴ്സ് ചൂസ് ചെയ്യുവാനോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ പഠിപ്പിക്കുന്നില്ല. വളരെ വൈകിയായിരിക്കും പലരും പലരുടെ ഇൻട്രസ്റ്റും മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും അയാൾ ഒരുപാട് വഴികളിലൂടെ സഞ്ചരിച്ചു കാണും. ചെറുപ്പം മുതലേ ഒരു കുട്ടിയുടെ അഭിരുചി മനസ്സിലാക്കി അവനെ കൃത്യമായ ഡയറക്ഷനിലൂടെ നയിച്ചു കൊണ്ടുപോകുക എന്ന കാര്യത്തിൽ പലപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു പരാജയമാണ്. മറ്റൊരു കാര്യമാണ്, ചിലരെങ്കിലും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും ഈ ഒരു ജോലി ചെയ്യുവാൻ വേണ്ടി ഞാൻ ഇത്രയൊക്കെ പഠിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന്. അതായത് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിനനുസരിച്ചുള്ള ഒരു ജോലി നൽകുന്നതിന് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പരാജയപ്പെടുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നേരിടുന്നുണ്ട്. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.